വെൽക്കം ടു yet another വീഡിയോ ഓഫ് എൻട്രി ടെക്നിക്കൽ എക്സാം യൂട്യൂബ് ചാനൽ. നമുക്കറിയാം ഈ 2 മാസ കാലയളവ് ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്ന ബിടെക്കാർക്ക് എക്സാംസിൻ്റെ ഒരു ചാകരയുള്ള മാസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് കേരള PSCയുടെ ഒട്ടനവധി ബിടെക് നോട്ടിഫിക്കേഷൻസ് വിളിച്ച ഒരു മാസ കാലയളവാണ് ഇതെന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് പോകവേ വരാനിരിക്കുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അവസരം ഇവിടെ ഒരുക്കുകയാണ്. എൻട്രി അവതരിപ്പിക്കുന്ന ഒരു മെഗാ സ്കോളർഷിപ്പ് എക്സാം, ബിടെക്കുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു മെഗാ സ്കോളർഷിപ്പ് എക്സാമാണ്. അതിനു മുമ്പ് ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് വിളിച്ചേക്കുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. നമുക്കറിയാം ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, ടെക്നീഷ്യൻ ഗ്രേഡ് 2, RRBG, SSCG, ISR സയൻറ്റിസ്റ്റ്, ഇത് തന്നെ നമുക്ക് സിവിലിലും അതുപോലെ RRBG വിളിക്കാൻ ഇരിക്കുന്നു. SSCG വിളിച്ചു കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 21 അപ്പോൾ ഏകദേശം സിവില്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, ഇലക്ട്രോണിക് സെക്ഷനിലേക്ക് ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് വിളിച്ച കാലയളവാണ് ജൂൺ ജൂലൈ മാസം. ഇനി വരാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ്, ഒരുപാട് വേക്കൻസീസ് ഉള്ള നോട്ടിഫിക്കേഷൻസും വിളിക്കുന്ന ഒരു മാസ കാലയളവ് കൂടിയാണ്. നമുക്കിനി എന്താ വേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത് പഠിച്ചു തുടങ്ങണം. അപ്ലൈ ചെയ്തവർ പഠിച്ചു തുടങ്ങണം. വരാനിരിക്കുന്ന എക്സാംസിന് വേണ്ടി പഠിച്ചു തുടങ്ങണം. പക്ഷേ പല ആൾക്കാരും അവിടെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എക്സാമിന് അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ചിലവാണ്, അല്ലെങ്കിൽ ആ തുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നേ ദിവസം ഈ വീഡിയോ നിങ്ങൾക്ക് മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം, മിസ് ചെയ്ത് മറക്കാതെ ഫുൾ കാണുക. ഓക്കെ, അപ്പോൾ സ്കോളർഷിപ്പ് എക്സാം എന്ന് പറയുമ്പോൾ എന്താണ് കറക്റ്റ് നടത്തുന്നതെന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. സ്കോളർഷിപ്പ് എക്സാം നടത്താൻ പോകുന്നത് 27 ജൂലൈ 2 മണി തൊട്ട് 28 ജൂലൈ 2 മണി വരെയാണ്. എങ്ങും പോകരുത്. കാരണം 27 ജൂലൈ എന്ന് പറയുന്നത് 27 ജൂലൈ എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച 2 മണിക്കാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. 2 മണി തൊട്ട് 28 ജൂലൈ 2 മണി വരെയാണ് ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഈ എക്സാം പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും എക്സാം ഉണ്ട് കേട്ടോ. എല്ലാ ബ്രാഞ്ചസിലുള്ള വ്യക്തികൾക്കും എക്സാമിനേഷൻ ഉണ്ട്. നിങ്ങൾ ഇലക്ട്രിക്കലാവട്ടെ, സിവിലാവട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, മെക്കാനിക്കലാവട്ടെ, ഏത് ബ്രാഞ്ചുള്ള വ്യക്തികൾക്കും അവർക്ക് പ്രസ്തുത എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ വീഡിയോയുടെ അണ്ടറിൽ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ആവുക. കാരണം ഈ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസും അതുപോലെ അപ്ഡേറ്റ്സുകളും വരുന്നത് ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും. സോ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കല്. ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടത്തുള്ളൂ. സോ എക്സാം അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കുക. ഇനി എന്താണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ, സ്കോളർഷിപ്പ്, ഈ ഒരു മെഗാ സ്കോളർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അതായത് 80% ഡിസ്കൗണ്ട് ഓഫ് ടോപ്പ് 1. അതായത് നിങ്ങൾ മെക്കാനിക്കലാവട്ടെ, സിവിലാവട്ടെ, ഇലക്ട്രിക്കലാവട്ടെ, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, എല്ലാ ബ്രാഞ്ചസിലുമുള്ള വ്യക്തികളാവട്ടെ, ആ വ്യക്തികൾ എല്ലാ ബ്രാഞ്ചസിലും ടോപ്പ് 1 വരുന്ന വ്യക്തിക്ക് 80% ആണ് കോഴ്സ് ഫീസിൽ ഇളവ് നൽകുന്നത്. നിങ്ങൾക്ക് കയറി നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളിപ്പോൾ പഠിക്കുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആവട്ടെ, അല്ലെങ്കിൽ PWAE ആവട്ടെ, SSC RRB, ഏത് കോഴ്സും ആവട്ടെ, കയറി നോക്കിയിട്ട് കോഴ്സ് പ്രൈസ് നോക്കി വെച്ചേക്കുക. ആ കോഴ്സ് പ്രൈസിൽ നിന്നും 80% ഡിസ്കൗണ്ട് എൻഷുർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. 80% ഡിസ്കൗണ്ട് ആണ് ടോപ്പ് 1 വരുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത്. ടോപ്പ് 2ലും 3ലും വരുന്ന വ്യക്തിക്ക് 50% ഡിസ്കൗണ്ട് ആണ്. കയറി നോക്കിക്കോളൂ. എൻട്രി ആപ്പിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് കോഴ്സ് ഫീ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി വെച്ചോളൂ. ടോപ്പ് 2ലോ 3ലോ വരികയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് എൻഷുർ ചെയ്ത് ഞങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും 20 to 40% അവരുടെ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ 20% തൊട്ട് 40% വരെയുള്ള കോഴ്സ് ഫീ ഇളവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി എൻട്രിയുടെ ഒരു പ്രൈം ബാച്ച് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന സിവിൽ ഇലക്ട്രിക്കൽ കാർഡ് ഫൗണ്ടേഷൻ ബാച്ച്. ഈ ഫൗണ്ടേഷൻ ബാച്ച് ഏകദേശം നിങ്ങൾക്ക് അവിടെ ചെറിയൊരു ഗൈഡ് ലൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആ ഫൗണ്ടേഷൻ ബാച്ചിൽ ടോപ്പ് 1ലാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, അതായത് നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ മെക്കാനിക്കൽ കാരനാണ്, ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വ്യക്തിയാണ്. ഇലക്ട്രിക്കൽ വ്യക്തിയിൽ ഞാൻ നോക്കുന്നത് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എക്സാമിനേഷനാണ്. ഓക്കെ, ആ ഒരു സബ്ജക്റ്റിലാണ് ഞാൻ ടോപ്പ് 1 വന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 90% ഡിസ്കൗണ്ട് വരും. ഓക്കെ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് നിങ്ങൾ ഇലക്ട്രിക്കൽ വ്യക്തിയാണ്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് നിങ്ങൾ പഠിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ടോപ്പ് 1 വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻഷുർ ചെയ്ത പോലെ 80% ഡിസ്കൗണ്ട് വരും. പക്ഷേ എനിക്ക് വേറൊരു തോട്ട് വന്നു. ഇലക്ട്രിക്കൽകാർക്ക് ഏതുകൊണ്ടുണ്ട്? ഫൗണ്ടേഷൻ ബാച്ചുണ്ട്. എനിക്ക് ഫൗണ്ടേഷൻ ബാച്ച് മതി. കാരണം ഫൗണ്ടേഷൻ ബാച്ച് നിങ്ങൾ അവെയർ ആണോ എന്ന് അറിയത്തില്ല. ഫൗണ്ടേഷൻ ബാച്ച് ഈ ഇലക്ട്രിക്കൽ വ്യക്തികൾക്ക് എല്ലാം അടങ്ങുന്ന ഒരു പാക്കാണ്
ഫൗണ്ടേഷൻ ബാച്ച്. അവിടെ PWA വരുന്നുണ്ട്, SSC വരുന്നുണ്ട്, RRB വരുന്നുണ്ട്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് കോംബോ ആയിട്ടുള്ളൊരു പാക്കാണ് ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. ആ ഫൗണ്ടേഷൻ ബാച്ചാണ് എനിക്ക് വേണ്ടത്. ഞാൻ ടോപ്പ് 1 വന്നു, ഇലക്ട്രിക്കൽ വ്യക്തിയാണ്, എനിക്ക് ഫൗണ്ടേഷൻ ബാച്ചാണ് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 15,000 ഓഫാണ്, 15,000 രൂപ ഓഫാണ്. അതുപോലെ ടോപ്പ് 2ലാണ് ഞാൻ വന്നതെങ്കിൽ, അല്ലെങ്കിൽ ടോപ്പ് 3ലാണ് ഞാൻ വന്നതെങ്കിൽ 10,000 റുപ്പീസ് ഓഫാണ് എനിക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഓൾ അതർ പാർട്ടിസിപ്പൻസ് ഞാൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്തുള്ളൂ, എനിക്ക് അത്യാവശ്യം മാർക്കുണ്ട് എന്നാണെങ്കിൽ ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്ലാറ്റ് 5,000 റുപ്പീസ് ഓഫാണ് നിങ്ങൾക്ക് അവിടെ വരുന്നത്. അത്രയും കുറച്ചാണ് എൻട്രി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കോഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയുന്നത് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസ് കൊടുക്കുന്ന ടെക്നിക്കൽ എക്സാം കാറ്റഗറിയിലാണ് ഇത്രയും വലിയ മെഗാ സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരിക്കലും നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവസരം തന്നെ നഷ്ടപ്പെടും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ ഇത്ര മാത്രം. ഈ വീഡിയോയുടെ അടിയിൽ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്, ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അതിനുശേഷം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക, അതിനുശേഷം എക്സാമിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുക. സോ മറക്കല്ല്, ജൂലൈ 27 2 മണിക്കാണ് എക്സാം. ആ ദിവസം കാണാം. ടേസ്റ്റ് നൗ.